ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ആരെല്ലാം നമ്മെ സഹായിക്കുമെന്ന് വളരെ കാര്യമായി നാം കരുതി സ്നേഹിക്കുന്നുവോ അങ്ങനെയുള്ളവർക്കും നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ നാം തൻ്റെ ഉറ്റമിത്രമായി സർവേശ്വരനെ ആര് ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവോ അവർ സുരക്ഷിതരായിരിക്കും. അല്ലാതെ എൻ്റെ മക്കള്, എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റേതായ ഭാര്യ, ഭർത്താവ്, സഹോദരങ്ങൾ ഇവരൊക്കെ എന്നെ സംരക്ഷിക്കും എന്ന് നാം കണക്ക് കൂട്ടിയാൽ അത് ഒരിക്കലും സാധ്യതമായി കാണുന്നില്ല. ഇനി ഒരാൾ നമ്മെ അങ്ങേയറ്റം വരെ സ്നേഹിച്ചു എന്നിരിക്കട്ടെ, ഇവിടെ നമ്മൾ ഒന്നിച്ച് കയ്യും കോർത്ത് സുഹൃത്തുക്കളായി വണ്ടിയിൽ കയറി ബൈക്കിൽ കയറിയൊക്കെ പോവാം. പക്ഷേ ദേഹം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ പോക്ക് സാധ്യമേ അല്ല. ഓരോരുത്തരുടെയും ചിന്താധാരയ്ക്കനുസരിച്ച മാർഗം ഓരോന്നാണ്. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മവാസനകൾ എന്താണോ അതിനനുസരിച്ച മാർഗത്തിലൂടെയായിരിക്കും നമുക്ക് പോവാൻ സാധിക്കുക. അതിനാൽ ഇവിടെ എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട് എന്നൊക്കെ, എനിക്ക് സമ്പത്തുണ്ട്, എൻ്റെ അറിവുണ്ട്, വിദ്യയുണ്ട് എന്നൊക്കെ കണക്ക് കൂട്ടുന്നതിൽ ഒരർത്ഥവുമില്ല. ഇവയൊന്നും തന്നെ നമുക്ക് സാധ്യമേ അല്ല. ഇവിടെ നമ്മൾ ഒരു MBBS പാസ്സായി ഡോക്ടർ ഭാഗം എടുത്ത ശേഷം രോഗികളെ പരിശോധിച്ച് ഷീട്ടെഴുതി കൊടുക്കാം. അമേരിക്കയിൽ പോയാലും നമുക്ക് ഈ പ്രവൃത്തി തുടരാം. റഷ്യയിൽ പോയാലും ആകാം. ഈ ഭൂമിയിൽ എവിടെ പോയാലും നമ്മൾ ആ ഡോക്ടറേറ്റ് എടുത്ത ആൾ ഡോക്ടർ തന്നെയാണ്. പക്ഷേ അയാളെ ഈ ദേഹം വിട്ടു പോയാൽ ഇനി ഞാനൊരു പേനയും കടലാസും കൊണ്ട് പോകാമെന്ന് കരുതി തൻ്റെ കീശയിൽ ഒരു പേനയും കടലാസും ഇട്ടാൽ ആ പേനയും കടലാസും തനിക്ക് സൂക്ഷ്മമണ്ഡലത്തിൽ പ്രയോജനപ്പെടില്ല. ഈ അറിവും അവിടെ ഇല്ലാത്തതാണ്. ഈ അറിവ് തനിക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുകയില്ല. ഇവിടെ പഠിച്ചതൊന്നുമല്ല നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ചുള്ള അറിവ്. അതിനാൽ ഇവിടം മാത്രമോ ഉതകും ഇതെല്ലാം തന്നെ. ഇവിടെ നേടുന്നതൊന്നും സൂക്ഷ്മമണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ഉതകുന്നതല്ല. അതുകൊണ്ടാണ് ഇതൊന്നും കൊണ്ടുപോകാൻ സാധിക്കാത്തതും. അതിനാൽ സ്വജനങ്ങളുപേക്ഷിക്കും, കൂട്ടുകാരുമകന്നിടും, ഭാര്യയും ദൂരെ മാറിയിടും, മക്കൾ പോലും വെറുത്തിടും. അത്തരത്തിലുള്ള ഒരവസ്ഥ വരുമ്പോൾ ഇതെല്ലാം സംഭാവ്യമാണ്. ഇതൊക്കെ അനുഭവവുമാണ്. സ്വജനങ്ങളുപേക്ഷിക്കും, സ്വന്തം ജനങ്ങളൊക്കെ കൈകഴുകും. ഇനി ഏതായാലും ഇനി ഇങ്ങോട്ടില്ല, ഇനിയിപ്പോൾ വേഗം പോയാൽ മതി, ഇങ്ങനെ കിടന്ന് നരകി കഷ്ടപ്പെടുത്തരുതേ എന്നാണ് പ്രാർത്ഥിക്കുക. ഈ കിടക്കുന്ന ആളുടെ കഷ്ടപ്പാടിനേക്കാൾ കാത്തിരിക്കുന്നവരുടെ കഷ്ടപ്പാടാണ് അവർ കാണുന്നത്. അവർ ലീവെടുത്ത് തൻ്റെ ബന്ധുമിത്രാദികളെയൊക്കെ വിട്ടാണ് ഇവിടെ വരുന്നത്. ഭാര്യയെയും മക്കളെയും വിട്ടാണ് അച്ഛനെയോ അമ്മയെയോ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ മനസ്സിൽ ഇത് എത്രയും പെട്ടെന്ന് ഒഴിവായി കിട്ടിയാൽ മതി എന്നായിരിക്കും മനസ്സിൽ. അതാണ് സ്വജനങ്ങളുപേക്ഷിക്കും. ചികിത്സിച്ചു നോക്കും, ഒരു വിധത്തിലും ഇങ്ങോട്ട് തിരിച്ച് കിട്ടില്ല എന്ന് മനസ്സിലായാൽ ഉപേക്ഷാ മനോഭാവം തുടങ്ങുകയാൽ. സ്വജനങ്ങളുപേക്ഷിക്കും, കൂട്ടുകാരുമകന്നിടും. അതുവരെ ഒരു വായിൽ ഉണ്ടും ഉറങ്ങിയും കിടന്നിരുന്ന ഉറ്റ സുഹൃത്തുക്കൾ പോലും അകന്നു പോകും. ഭാര്യയും ദൂരെ മാറിയിടും.
അപ്പോൾ ഭർത്താവിൻ്റെ കാര്യം പറയണമോ? ഭാര്യയ്ക്കാണ് അസുഖമെങ്കിൽ ഭർത്താവും വിട്ടു നിൽക്കില്ലേ? ഇതിന് സുഖമില്ലാതെ ഒരു കൊല്ലക്കാലം തളർവാദം പിടിച്ച് ഭാര്യ കിടക്കുകയാണെങ്കിൽ ഭർത്താവിൻ്റെ ഉള്ളിൽ എന്തു വന്നു? ഇനി ഇതിനെ ഒന്നിനും പറ്റില്ല, അപ്പം വേറെ ഒരു വിവാഹം ചെയ്താൽ ഇതിനെ കൂടെ നോക്കാം എന്ന് കരുതി വേറെ വിവാഹം ആലോചിക്കുകയില്ലേ? അതാണ് ഭാര്യയും വിട്ടുമാറും, ഭർത്താവ് ഭാര്യയെ വിട്ടും മാറുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണല്ലോ. സ്വജനങ്ങൾ ഉപേക്ഷിക്കും, കൂട്ടുകാരും അകന്നിടും, ഭാര്യയും ദൂരെ മാറിയിടും, മക്കൾ പോലും വെറുത്തിടും. മക്കളും നമ്മളെ ഉപേക്ഷിക്കുന്നത് വാസ്തവമല്ലേ? ഇനി അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയെയോ ഇനി കിടത്തി നരകിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. മൃത്യുഞ്ജയ ഹോമം നടത്തുക. ഈ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് എന്തിനാ? വേഗം അങ്ങ് പോവാൻ വേണ്ടിയാണ്, അല്ലാതെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയല്ല. അത് അവസാന ഘട്ടത്തിലാണ് മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് നരകിക്കാതെ പോവണേ എന്ന പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ മൃത്യുഞ്ജയ ഹോമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ ഈ പരമസത്യം നമ്മൾ മനസ്സിലാക്കണം. ജീവിച്ചിരിക്കുമ്പോൾ ഇവരെല്ലാവരും ഉണ്ടാകും, പക്ഷേ പോകുമ്പോൾ ആരുടെയും സ്നേഹം നമ്മോടൊപ്പമില്ല, നാം തനിച്ചാണ്. അപ്പോൾ നമ്മോടൊപ്പമുള്ളത് ഭഗവാൻ മാത്രമാണെന്ന സത്യം ജീവിച്ചിരിക്കുമ്പോൾ നാം ഓർത്തിരിക്കണം. സ്വജനങ്ങൾ ഉപേക്ഷിക്കും, കൂട്ടുകാരും അകന്നിടും, ഭാര്യയും ദൂരെ മാറിയിടും, മക്കൾ പോലും വെറുത്തിടും. ഈ സുഭാഷിതരത്നം നമ്മൾ നിരന്തരം മനനം ചെയ്ത് ഇവയോടുള്ള അത്യധികമായ സംഘത്തെ നാം ഉപേക്ഷിച്ച് സർവേശ്വരനോട് സംഘം ഉണ്ടാവുക. നാം വരുമ്പോഴും ഈശ്വരനാണ് കൂട്ടുള്ളത്, ജീവിക്കുമ്പോഴും ഈശ്വരനാണ്. 10 മാസം ഗർഭത്തിലിരിക്കുമ്പോൾ നമുക്ക് അറ്റകുറ്റങ്ങളില്ലാത്തൊരു ശരീരം തന്നു. അതുപോലെ ഇനി നാം ഈ ദേഹം ഉപേക്ഷിച്ച് പോകുമ്പോഴും ഈശ്വരനാണ് കൂട്ട്. ഈശ്വരനെല്ലാം അറിയാം. അതുകൊണ്ട് എവിടേക്കാണ് നാം പോകേണ്ടത് അവിടേക്ക് കൊണ്ടുപോകാനും സർവേശ്വരന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ ഈശ്വര ചിന്ത ഇതൊന്നേ മനുഷ്യനെ ശാശ്വതം ഈ ഉലകിൽ. ഈ സുഭാഷിതരത്നം നമ്മൾ നിരന്തരം മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അത് സ്വഭാവമാക്കി നാം തീർക്കേണ്ടതാണ്.